നമ്മുടെ ചെടികൾക്കൊക്കെ ഇടാൻ വേണ്ടി ചാണകമൊക്കെ കൊണ്ടുവച്ചേ ഉള്ളൂ. അപ്പോഴത്തേക്കും മഴ പെയ്ത് അപ്പം ഞാനെല്ലാം മൂടിയിട്ടേക്കുവാണ്. ഇനി അതെല്ലാം നമ്മുടെ ചെടികൾക്കും പറമ്പിലുള്ള സാധനങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷെ മഴ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചതിക്കുന്നു. എൻ്റെ ഒരു അനീതി കൊച്ചുണ്ട് കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം അവളുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ തുടങ്ങുവാണ്. അതിനൊരു കാര്യമുണ്ട്, എനിക്ക് മഞ്ഞളെല്ലാം പൊടിച്ചിട്ട് പാക്ക് ചെയ്ത് തരുന്ന അവളാണ്. അപ്പോൾ നമ്മളും കൂടി അതിൻ്റെ കൂടെ പോകും, ഒന്നിച്ച് നിന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് പോകാൻ പ്ലാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം, ഞാൻ എന്തിനാണ് അങ്ങനെ മഞ്ഞൾ പൊടിച്ച് പാക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതിന് മുമ്പ് ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ കുറേ തവണ മുമ്പ് അത് കേട്ടതാണ് കേട്ടോ. അത് ഒരു വട്ടോടെ നിങ്ങളെയും കൂടി കേൾപ്പിക്കാൻ ഓർത്തു. ഞങ്ങളൊക്കെ വയനാട്ടുകാർ, എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മളുടെ വീട്ടിൽ നിന്നും നമ്മൾ ഈ പറമ്പിൽ കുറച്ച് മഞ്ഞൾ നടും, പിന്നെ എൻ്റെ അമ്മ മഞ്ഞൾ നട്ടിട്ട് അവർ കൊണ്ടുതരും. പിന്നെ ലിജോയിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അവർ മഞ്ഞൾ നടുന്നുണ്ട്, അവർ പൊടിപ്പിച്ച് പുഴുങ്ങി ഉണങ്ങി പൊടിപ്പിച്ച് കൊണ്ടുതരും. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കടയിൽ നിന്ന് മഞ്ഞൾ മേടിച്ച് ചരിത്രം എനിക്കില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. 1-2 പ്രാവശ്യം ഞാൻ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇവരൊക്കെ എത്തിച്ച് തരുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് മതിയായിട്ടുണ്ട്. പുറമേ നിന്ന് നമ്മൾ മേടിക്കുമ്പം അതിൻ്റെ അബ്നോർമാലിറ്റി കാണുമ്പോൾ. അപ്പം നിങ്ങൾക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഭവം തോന്നിയില്ല. എനിക്കിത് അറിയാവുന്ന കാര്യം തന്നെ, എങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ, എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, കേട്ടോട്ടെ. ഈ 7 കിലോ ഉണക്കമഞ്ഞൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് പൊടിച്ച് കവറിലാക്കുമ്പോൾ എത്രയും ഉണ്ടാകും അതിൻ്റെ വോളിയം, അതിൻ്റെ അളവും തൂക്കമായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ സിങ്ക് ബേസ്ഡ് കളറിംഗ് മെറ്റീരിയലും പിന്നെ പെട്രോളിയം ജെല്ലിയിൽ മിക്സ് ചെയ്ത ആർട്ടിഫിഷ്യൽ സ്മെല്ലിംഗ് എസൻസസ് വേണം. ഇത് രണ്ടും ചേർത്ത്, ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന്റെ മാരകമായ 2 വിഷവസ്തുക്കളാണ്. അപ്പോൾ നമ്മളെന്തിനാണ് മഞ്ഞൾ കഴിക്കുന്നത്? വിഷം, ശരീരത്തിലെ വിഷം പുറന്തള്ളാൻ വേണ്ടിയാണ്. ആ പുറന്തള്ളാൻ വേണ്ടി കഴിക്കുന്ന മഞ്ഞളിൽ പുറന്തള്ളാനുള്ള ഒരു ഗുണവിശേഷങ്ങളും ഇല്ലാന്ന് മാത്രമല്ല, അതിന് പകരം നമ്മൾ 2 മാരക വിഷപദാർത്ഥങ്ങളാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇത് കേട്ടോ, ശരീരത്തിലെ വിഷാംശം പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡോക്ടർമാരും ബാക്കിയുള്ളവർ നമ്മളോട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ആയുർവേദത്തിലും ഒക്കെ മഞ്ഞൾ കഴിക്കുമെന്ന. പക്ഷെ നമ്മളിതിവിടെ ചെയ്യുന്ന എന്താ, 2 മാരക വിഷം നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ് എല്ലാ ദിവസവും. ബാക്കിയും കൂടി നമുക്കത് കേട്ട് നോക്കട്ടെ. ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് കേട്ടോ. അദ്ദേഹം കുറേ സ്വയമായിട്ട് എല്ലാം ഒബ്സർവ് ചെയ്ത് അതിന്റെ ഫൈൻഡിങ്സ് എല്ലാം കണ്ടെത്തിയിട്ട് അത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള രോഗപ്രതിരോധത്തിനും രോഗചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കൊക്കുമിനാണ്. ഏറ്റവും വിചിത്രമായ കാര്യം, നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്ന്, കൃഷിക്കാരിൽ നിന്ന്, കൃഷിക്കാരുടെ വിപണന കേന്ദ്രങ്ങളിൽ നിന്ന്, വിപണികളിൽ നിന്ന് ഇവിടുന്ന് ഒരു സ്പൈസസ് കമ്പനി, മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും മഞ്ഞൾ വാങ്ങുന്നില്ല. വളരെ വിചിത്രമായ കാര്യമാണ്. ഒരു സ്പൈസസ് കമ്പനിയും കൃഷിക്കാരനിൽ നിന്ന് നേരിട്ട് മഞ്ഞൾ വാങ്ങുന്നില്ല. അപവാദങ്ങളുണ്ടാവാം, പക്ഷേ നമ്മൾ വെൻ വി ആർ ജനറലൈസിംഗ് ദി ഇഷ്യൂ, മഞ്ഞൾ കൃഷിക്കാരനിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളല്ല നമ്മൾ മാർക്കറ്റിലൂടെ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾ പിന്നെ ആര് വാങ്ങും? വലിയ ചോദ്യമല്ലേ. ഈ മഞ്ഞൾ വാങ്ങുന്നത് മരുന്ന് കമ്പനിക്കാർ ഇത് കൊണ്ടുപോയി അതിലെ ഞാൻ നേരത്തെ പറഞ്ഞ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കുർക്കുമിൻ, മഞ്ഞളിനുള്ളിലെ കുർക്കുമിൻ, മഞ്ഞളിന്റെ പ്രധാനപ്പെട്ട രാസഘടകമായ കുർക്കുമിൻ അവർ പൂർണ്ണമായും എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അവർ ഈ കുർക്കുമിൻ മരുന്ന് കമ്പനികൾക്ക് വലിയ വിലയ്ക്ക് വിൽക്കും. വലിയ വിലയ്ക്ക്. ഫസ്റ്റ് ക്വാളിറ്റി കുർക്കുമിനാണ് അവർ വലിയ വിലയ്ക്ക് വിൽക്കുന്നത്. സെക്കൻഡ് ക്വാളിറ്റി കുർക്കുമിൻ അവർ അയക്കുന്നത് യൂറോപ്യൻ കിച്ചണിലേക്കാണ്. യൂറോപ്യന്മാരുടെ അടുക്കളയിൽ ഈ സെക്കൻഡ് ക്വാളിറ്റി കുർക്കുമിൻ പൾപ്പായി ട്യൂബിലൊക്കെ കയറിപ്പോകും. നമ്മുടെ പേസ്റ്റ് പോലെയുള്ള കുർക്കുമിൻ പേസ്റ്റ് അത് അവർ യൂറോപ്യൻ കിച്ചണിലേക്ക് അയക്കും. അതിനും വലിയ വില ഉണ്ടാക്കും. ഈ 2 ഉപയോഗം കഴിഞ്ഞാൽ ഈ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം വരുന്ന ചണ്ടിയുണ്ട്. ചണ്ടി ഒരു പ്രയോജനമില്ലാത്ത വെറും ചണ്ടിയാണ്. ആ ചണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഈ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനികൾ, സ്പൈസസ് കമ്പനികൾ അവരെടുത്തുകൊണ്ട് വരുന്നത്. അത് കിലോയ്ക്ക് 1 രൂപയ്ക്ക് കിട്ടും. 1 രൂപയ്ക്കുണ്ടോ, 1 രൂപയോ 1.25 രൂപയ്ക്കുണ്ടോ പരമാവധി. അതവർ കൊണ്ടുവന്ന് കഴുകി, ഉഴുങ്ങി, ഉണക്കി, പൊടിച്ച് പാക്കറ്റുകളിലാക്കി, വലിയ സൗന്ദര്യമുള്ള പാക്കറ്റുകളിലാക്കി. അപ്പോഴാണ് ഞാനത് അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ ഒരു വിവരം, ഈ മഞ്ഞൾ വിപണിയിൽ നിന്ന് ഒരു സ്പൈസസ് കമ്പനിയും മഞ്ഞൾ എടുക്കുന്നില്ല. അവരെടുക്കുന്നത് ചണ്ടിയാണ്. ആ ചണ്ടിക്ക് മഞ്ഞളിൻ്റെ നിറവും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ എങ്ങനെയാണ് ഈ നിറവും മണവും ഉണ്ടാകുന്നതെന്നാണ് അടുത്ത ചോദ്യം. അതിന് ഈ സ്പൈസസ് കമ്പനികൾ ചെയ്യുന്നത് സിങ്ക് എന്ന് പറയുന്ന ലോഹപദാർത്ഥമുണ്ടല്ലോ, അതിനകത്ത് സിങ്ക് ബേസ്ഡ് കളറിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കും. സിങ്ക് ബേസ്ഡ് കളറിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതിന് മനോഹരമായ മഞ്ഞ നിറം കൊടുക്കും. നമ്മുടെ ഒറിജിനൽ മഞ്ഞളിനെ ഈ വിപണിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞളുടെ നിറം ഇല്ല, കുറച്ചുകൂടെ റെഡിഷ് ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നിർമ്മാണ യൂണിറ്റുകൾ ചെയ്യുന്നത് സിങ്ക് ബേസ്ഡ് കളറിംഗ് മെറ്റീരിയൽ ചേർക്കും. അപ്പോൾ നിറമേ ആയിട്ടുള്ളൂ, മണം വന്നില്ല. മണത്തിന് അവർ ആർട്ടിഫിഷ്യൽ എസൻസസ് ഫോർ സ്മെൽ, ആർട്ടിഫിഷ്യൽ എസൻസ് പെട്രോളിയം ജെല്ലിയിൽ മിക്സ് ചെയ്തിട്ട് മഞ്ഞൾ കയറ്റും. അങ്ങനെ 2 ചേർത്ത്, ഇത് 2 മനുഷ്യ ശരീരത്തിന് മാരകമായ 2 വിഷവസ്തുക്കളാണ്. എല്ലാ കമ്പനികളും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ഏതാ മേടിക്കുന്നത്, എങ്ങനെയാ, ഏതാ ഇതിലൊക്കെ ഉൾപ്പെട്ടതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നമ്മളുടെ പറമ്പിൽ കുറച്ചിങ്ങനെ നടുക. ഇപ്പൊ പൂച്ചട്ടികളാണെങ്കിലും കുറച്ച് നടാം അല്ലേ, അങ്ങനെ നടുക. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ഒരു എന്താ പറയുക, ഒരു കുറച്ച് ഏരിയ മതി. മഞ്ഞൾ നന്നായിട്ടുണ്ടാവും. കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി അങ്ങനെ നടുവാണെങ്കിൽ നന്നായിട്ട് മഞ്ഞളുണ്ടാവും. അങ്ങനെ നട്ടിട്ട് അത് പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി പൊടിച്ചെടുക്കുക, പുഴുങ്ങിയിട്ട് പൊടിച്ചെടുക്കുക. അതാണ് ഏറ്റവും സേഫ്. ഇനിയിപ്പോൾ അതിന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ശുദ്ധമായ മഞ്ഞൾ കിട്ടുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇതിങ്ങനെ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്, അവനവൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അറിയാവുന്നവരുടെ അടുത്ത് നമുക്ക് പോയിട്ട് മേടിക്കാം. ഇനി ഒന്നുമില്ലേ നമുക്ക് കടയിൽ പോയിട്ട് അത് മേടിച്ചിട്ട് നന്നായിട്ട് കഴുകണം. അത് നമ്മൾ മേടിച്ചോണ്ട് വരുമ്പോൾ അറിയാം, കടയിലൊക്കെ ഇവര് കർഷകർ പറിച്ചെടുത്ത് ഒന്നൊക്കെ കഴുകി പിന്നെ പുഴുങ്ങും. അപ്പോൾ അതിൽ നന്നായിട്ട് മണ്ണുണ്ട്. നമ്മളെപ്പോഴും ഇത് വീണ്ടും മേടിച്ച് കഴുകി ഉണങ്ങിയൊക്കെ ഇപ്പോൾ പൊടിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം നന്നായിട്ട് മണ്ണും ചെടിയായി അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഒരു 3 ദിവസം വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങണം. എന്നാലാണ് നമുക്കത് പൊടിച്ച് സേഫായിട്ട് പൂത്തൊക്കെ പോവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ദിവസം നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ട് പിന്നെ നമ്മൾ നല്ല വൃത്തിക്ക് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ 100% ശുദ്ധമായ കുർക്കുമിനുള്ള, ഈ കുർക്കുമിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളെ ഈ ശരീരത്തിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, ക്യാൻസറിനെതിരെ പൊരുതാൻ, അതുപോലെ അൽഷിമേഴ്സ് മറവി രോഗം കുറയ്ക്കാൻ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണത്. അതായത് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കൺട്രോൾ പോയി ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളായിട്ട് വരുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ അതെല്ലാം സയൻസ് ആണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുർക്കുമിൻ എന്ന് പറയുന്ന മഞ്ഞളിലെ പ്രധാന ഘടകം. ഈ കുർക്കുമിനാണ് സഹായിക്കുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കും. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുർക്കുമിൻ സഹായിക്കും. ഇപ്പോൾ ഫ്രീ റാഡിക്കൽസിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം. അതുകൊണ്ടാണ് ഈ ആയുർവേദത്തിലും ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും 1 സ്പൂണിൻ്റെ 4-1 വളരെ കുറച്ച് മതി കേട്ടോ. കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ താഴും കേട്ടോ. എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഷുഗർ താഴും, തകർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ തോന്നും കുറേ എണ്ണം നല്ല ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ, കുറേ മരുന്ന് തിന്നേക്കാൻ ഓർത്ത് അങ്ങനെ ചെയ്ത് 1 സ്പൂണിൻ്റെ 4-1 അല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി. അതെടുക്കാം. എന്നിട്ട് ഇച്ചിരി ചെറു ചൂടുവെള്ളത്തിലേക്ക് അത് കലക്കുക. കൂടെ ഒരു തരി, ഒരു പിടി അല്ലെങ്കിൽ ഒരു തരി അത്രയും കൂടി നമ്മുടെ പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പറും കൂടി ഇടുക. അപ്പോൾ ഈ ഈ കുരുമുളക് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ കുരുമുളകിൽ പെപ്പർമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ പെപ്പർമിനും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ കുർക്കുമിൻ മൊത്തത്തിൽ നമ്മുടെ ബ്ലഡിലേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അബ്സോർവ് ആകത്തുള്ളൂ. അന്നേരം അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഈ കുരുമുളക് പൊടിയും കൂടി ഇല്ലാതെയാണെങ്കിൽ കുറച്ച് മാത്രമേ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർവ് ആകുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മഞ്ഞളിടുന്ന കറികളിലൊക്കെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ അങ്ങനെ കഴിക്കാൻ നോക്കാം. എന്തോരം ഗുണങ്ങളായി മഞ്ഞളിനുള്ളതെന്ന് അറിയോ. അപ്പം ഒരു 8-9 കിലോ പച്ച മഞ്ഞൾ നമ്മൾ പുഴുങ്ങി ഉണങ്ങി പൊടിച്ചാലാണ് കഷ്ടി 1 കിലോ മഞ്ഞൾ കിട്ടുക, ഉണക്ക മഞ്ഞൾ കിട്ടുക. അപ്പം ഇത്രയും വില കൊടുത്ത് നമ്മൾ 8-9 കിലോ പച്ചമഞ്ഞൾ മേടിച്ചിട്ട് ഉണങ്ങി പൊടിച്ചിട്ട് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് ഈ 150 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഒരു കാലത്തും ഒറിജിനൽ മഞ്ഞൾ വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ കടകളിൽ നമുക്ക് ആ വിലയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇദ്ദേഹം ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയാണ് നമ്മൾ മേടിച്ച് കഴിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും വിഷമാണ്, 2 തരം മാരക വിഷം. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് കണ്ടില്ലേ 2 പ്രധാനപ്പെട്ട മാരക വിഷഘടകം. സിങ്ക് എന്ന് പറയുന്ന ഒരു ഘടകം, പിന്നെ പെട്രോളിയം ജെല്ലിയിലാണ് ഇവരിത് ലയിപ്പിച്ചിട്ട് ഇതിനകത്ത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 മാരക വിഷ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഇത്രയും സാധനമാണ് നമ്മൾ എല്ലാ ദിവസവും കറികളിലിട്ട്. മഞ്ഞൾ ചേർക്കാതെ ഏതെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ മഞ്ഞൾ ഇങ്ങനെ കഴിക്കുന്നവരെല്ലാവരും ഇത് ഗുണമുണ്ടെന്ന് കേട്ടിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് പാലിൽ ഇച്ചിരി മഞ്ഞളിട്ട് കഴിക്കുന്നവരുണ്ട്, ഒരു നുള്ള. അതുപോലെ അല്ലാതെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുന്നവരുണ്ട്. ഞാനൊക്കെ ചൂടുവെള്ളത്തിലാട്ടോ ഇട്ട് കഴിക്കുന്നത്. പാല് കുറച്ച് കഫക്കെട്ടുണ്ടാക്കും നമുക്ക് കൂടുതൽ. ഈ ആർത്രൈറ്റിസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് അത് കഴിക്കാതിരിക്കാം. ഇൻഫ്ലമേഷൻ കുറച്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പാലിലിട്ട് കഴിക്കാറില്ല. പകരം ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ഈ 2 വിഷ പദാർത്ഥമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ, ക്യാൻസർ വരാതിരിക്കണം ആഗ്രഹമുണ്ട്, മറവി രോഗം വരാതിരിക്കണം ആഗ്രഹമുണ്ട്, രോഗപ്രതിരോധ ശേഷി കൂടണമെന്ന് ആഗ്രഹമുണ്ട്, ശരീരം മുഴുവനെ ഒരു ഇടിച്ചു നോക്കിയ പോലത്തെ വേദന വൈകുന്നേരത്തെ ബോഡി ഇൻഫ്ലമേഷൻ ആണ്. ശരീരത്തിൽ വിഷാംശമൊക്കെ അടിയുമ്പോൾ നമ്മുടെ സെല്ലുകൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് വീക്കാണത്.
അപ്പോൾ അതെല്ലാം കുറയണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 100% ശുദ്ധമായ കുറുക്കുമിൻ അടങ്ങിയ മഞ്ഞൾ ഒരു നുള്ള് കഴിക്കുക, അല്ലെങ്കിൽ കറികളിൽ അത് എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഹസ്ബൻഡിന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആരോഗ്യം 10 ഇരട്ടിയായിട്ട് കൂടും. രോഗപ്രതിരോധ ശേഷി ഇതെനിക്ക് ശാസ്ത്രീയമായിട്ട് ഇതിന് തെളിവൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കോവിഡൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മഞ്ഞൾ, ശുദ്ധമായ മഞ്ഞൾ തേനി ചാലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് പെട്ടെന്ന് അറ്റാക്ക് ആവത്തില്ല. അങ്ങനെ കുറേ പേര് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കുറേ പേര് അത് അനുഭവമായിട്ട് പറയുന്നുണ്ട്. എത്രയൊക്കെ ഇപ്പം ഇദ്ദേഹം തന്നെ, ഈ അഡ്വക്കേറ്റ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിലെ 2 അഡ്വക്കേറ്റുമാർക്കും കോവിഡ് പിടിച്ചു, ഇദ്ദേഹത്തിന് പിടിച്ചില്ല. ഇദ്ദേഹം ചെയ്തിരുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ ശുദ്ധമായ അദ്ദേഹം തന്നെ വളർത്തിയെടുക്കുന്ന മഞ്ഞൾ അതൊരു നുള്ളു വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു. അത് കുറേ പേര് കമന്റൊക്കെ, ആ ഇടയ്ക്കുള്ള കമന്റ് വീഡിയോയുടെ ഒക്കെ അടിയിൽ മിക്കവരും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ മഞ്ഞൾ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത് ബാധിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ടൊന്നും അതിന് തെളിവൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ അനുഭവമാണല്ലോ ഗുരു. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. പൊതുവേ നമുക്ക് പനിയും രോഗങ്ങളും ഒന്നും പിടിക്കാതിരിക്കാൻ അങ്ങനെ ഇതുപോലെയുള്ള നുറുങ്ങ് വിദ്യകളാണ് ഏറ്റവും നല്ലത്. എല്ലാത്തിനും നമ്മൾ പോയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ട് മരുന്ന് കഴിക്കുന്നേക്കാളും ഭേദം അത് വരാതിരിക്കാൻ നമ്മൾ നോക്കുക. അത് ആയുർവേദ രീതിയിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ നോക്കാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, എൻ്റെ അനിയത്തി കൊച്ചാണ്, അത് ബിജിമോൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട്, നിങ്ങൾ എല്ലാ ഡീറ്റെയിലും കാണിച്ചു തരാം. അവർക്ക് ഈ മലഞ്ചരക്ക് കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ, മില്ലുണ്ട്, മലഞ്ചരക്ക് കച്ചവടമുണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഷിജു എന്ന് പറയുന്ന അവളുടെ ഹസ്ബൻഡ് നമ്മുടെ കർഷകർ, വയനാട്ടിലെ തന്നെ കർഷകർ അവർക്ക് വിൽക്കുന്ന സാധനത്തിന് ഏറ്റവും നല്ല സാധനം എനിക്ക് വേണ്ടി ഞാൻ ചോദിച്ചതുകൊണ്ട് ഏറ്റവും നല്ല സാധനം സെലക്ട് ചെയ്ത് എന്നെ കൂടി കാണിച്ചിട്ട് അത് നന്നായിട്ട് അവളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കഴുകി എടുത്തിട്ട് അവരുടെ വിശാലമായ മുറ്റത്തിട്ട് ഉണങ്ങി 3-4 പ്രാവശ്യം കഴുകും. എന്നിട്ടത് എനിക്ക് നടുവേദനയുള്ളതുകൊണ്ട് എനിക്ക് അവളെ സഹായിക്കാൻ പറ്റുന്നില്ല. അവളൊക്കെ പണിക്കാരെയും കൂടി കൂട്ടി എല്ലാം കഴുകി വൃത്തിയാക്കി 3 ദിവസം അവരുടെ വിശാലമായ മുറ്റത്തിട്ട് 3 ദിവസം നന്നായിട്ട് ഉണങ്ങിയെടുക്കുക, എന്നാലും നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ മുറ്റത്ത് തന്നെ അവരുടെ മില്ലുണ്ട്. അപ്പോൾ മില്ലിൽ ഞങ്ങൾ എല്ലാം കൂടി പൊടിച്ചിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ ആറാൻ വേണ്ടിയിട്ടിട്ട് അത് തണുപ്പിച്ചിട്ട് പാക്ക് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഇതെടുക്കുന്നത്. ഏത് ലാബിൽ വേണേലും നിങ്ങൾ കൊണ്ടുപോയി നോക്കിയോളൂ, 101% ശുദ്ധമായ കുറുക്കുമിൻ നിറഞ്ഞ ശുദ്ധമായ വയനാട് മഞ്ഞളാണ്. മഞ്ഞളിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഇടുക്കിയിലെ അതുപോലെ വയനാട്ടിലെ മഞ്ഞളാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ 100% ശുദ്ധമായ മഞ്ഞളാണ്. പിന്നെ ഞാനിത് പുറമേ ഒക്കെ നോക്കിട്ടോ നമ്മളിത് സെയിൽ ചെയ്യാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിലെ ഗ്രൂപ്പിൽ എല്ലാവരും ചോദിച്ചു, ചേച്ചിക്ക് ഇതുപോലെ തരാൻ പറ്റുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് ഓരോന്നോരോന്നേ തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വണ്ടർ ഹെൽത്ത് എന്നുള്ള പേരിൽ നമ്മുടെ കമ്പനി പോലെ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമ്മളിത് ഓരോരോ നല്ല ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പുറത്തിറക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പം അതിൽ ഞാൻ പുറമേ അന്വേഷിച്ച് ഇതിൻ്റെ വില മിക്കവരും ഓൺലൈനായിട്ട് ഇതിന് കൊടുക്കുന്നത് 450 രൂപ 475 രൂപയ്ക്കൊക്കെയാണ്. ഞാൻ തന്നെ അവരോട് ആവശ്യപ്പെട്ടു, എനിക്കും അറിയണമല്ലോ ഇത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വലിയ വിലയെ എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇതിന് 1/2 കിലോയ്ക്ക് 260 രൂപയും 40 രൂപ കൊറിയർ ചാർജിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ വെറും 300 രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം ഇത്രയും നന്നാവാൻ പാകത്തിന് ഇപ്പോൾ ഒരു 1/2 കിലോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 5 മാസം 6 മാസം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. മഞ്ഞൾ നമ്മൾ അത്രയും കുറച്ചല്ലേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നവർക്കാണെങ്കിൽ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിക്കാം. ഈ മഞ്ഞളെന്നൊക്കെ പറഞ്ഞാൽ 10-24 മാസത്തോളം അങ്ങനെ ഇരിക്കും, പൂത്തൊന്നും പോകാതെ. നമ്മൾ സേഫായിട്ട് നനഞ്ഞ് സ്പൂണും കൊണ്ടൊന്നും എടുക്കാതിരുന്നാൽ മതി. അപ്പം അത്രയും വില കുറച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം കിട്ടണം, പുറമേ നിന്നുള്ള വിഷം മേടിച്ച് കഴിക്കേണ്ട എന്ന് ആഗ്രഹമുള്ള എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സാണ്, പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, എന്തായാലും ഇത് മേടിക്കണം, ഓർഡർ കൊടുക്കണം. നിങ്ങൾ ഞാനത് ഉടനെ തന്നെ എത്തിച്ചേരാം. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 100 പാക്കറ്റ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു 1/2 കിലോൻ്റെ വെച്ച്. അതിൽ 50 പാക്കറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടപ്പോൾ ഓൾറെഡി എല്ലാവരും മേടിച്ചു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇട്ടപ്പോൾ. ബാക്കി 50 പാക്കറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളത് ഞങ്ങൾ ലേബലൊക്കെ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ ഇനി ഓർഡർ തരുന്നതനുസരിച്ച് എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കഴുകണം, ഉണങ്ങണം, പൊടിക്കണം, പാക്ക് ചെയ്യണം. അതൊന്ന് തണുത്തിട്ടാണ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 5-6 ദിവസം അതിനെടുക്കും. അപ്പോൾ ഒരാഴ്ച കണക്കാക്കി നിങ്ങൾ ഇപ്പോഴേ ഓർഡർ തരിക, ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉറപ്പായിട്ട് അയച്ചു തന്നിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓർഡർ അനുസരിച്ചാണ് എനിക്കത് ഒരു 10-50 പാക്കറ്റിനുള്ളതാകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ പൊടിച്ച് എടുത്തിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് തരും. വളരെ വൃത്തിക്ക് വളരെ നീറ്റായിട്ട് നമ്മൾ കഴിക്കേണ്ട സാധനമാണ്. അത്രയും നീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത്രയും വൃത്തിയായിട്ട് എല്ലാം ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി സമയം വേണം. അതാണ് കസ്തൂരി മഞ്ഞളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഇച്ചിരി സമയം തന്നെ. അപ്പോൾ ഒരുപാട് തിരക്കാക്കി
ബഹളം വെച്ച് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക 10,000-3000 ഓർഡർ ഞാൻ കൊടുത്തതിൽ എന്നോട് 3 സ്ത്രീകളാണ് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. ബാക്കി എല്ലാം എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഒരാഴ്ചയോ 1.5 ഒക്കെ കഴിഞ്ഞിട്ട് കാണാത്തപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്ന സങ്കടം വരും. എന്തി തരാത്ത ഈ പറ്റിച്ചോ അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല. 3 പേര് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. അപ്പോൾ അവർക്ക് ഞാൻ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ക്ഷമിക്കാനേ പറ്റുന്നില്ല അവർക്ക്. അപ്പൊ അങ്ങനെ അത് പോട്ടെ, സാരമില്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും ഒരേ സ്വഭാവമല്ലല്ലോ. അപ്പൊ അതങ്ങനെ. അപ്പൊ ഇച്ചിരി ക്ഷമ വേണം. ഞാൻ എന്തായാലും നല്ല പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അത്രയും ഗുണമുള്ള. പിന്നെ ഇതിന്റെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. മഞ്ഞളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അനിയത്തിന്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഞാൻ എല്ലാം കാണിച്ചു തരാം. പോണ വഴിക്ക് ഞാൻ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ മഞ്ഞളുടെ കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു മൂളി കൊടുത്തേക്കുന്ന പിക്ചർ കണ്ടോ, ഇതാണ് ഞാൻ കേട്ട ഈ വീഡിയോ ഉള്ള, ഈ അഡ്വക്കേറ്റ് പറയുന്ന വീഡിയോ ഉള്ള ചാനൽ കേട്ടോ. ഈ ചാനലിൽ ഈ വീഡിയോ ഒന്ന് പോയി മലയാളി മഞ്ഞൾ എന്നാണ് അതിന്റെ കമ്പനിയിൽ തന്നെ അവർ കൊടുത്തേക്കണം. ഇതൊന്ന് സെർച്ച് ചെയ്ത് മൊത്തം ഒന്ന് കേട്ടോക്ക. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണണം. എന്നിട്ട് വേണം നിങ്ങൾ എനിക്ക് ഓർഡർ തരാൻ. അപ്പോൾ മനസ്സിലാകും നമ്മൾ ഇത്രയും നാൾ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഇനി നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, ഇനി ഞാൻ ഒരുങ്ങിയിട്ട് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു രാവിലെ. ഇവിടെ എല്ലാ പാക്കിങ്ങും കസ്തൂരി മഞ്ഞളിൻ്റെ ഈ മഞ്ഞളിൻ്റെ ഒക്കെ കുറച്ച് കാര്യം കഴിയും. ഇനി ഭക്ഷണം ശേഷം ഇനി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, തിരിച്ച് നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കാളും കുറച്ചുകൂടി ചൂട് എനിക്ക് കൂടുതൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ വെള്ളം കുടിക്കാൻ അവൾ ഏലക്കായൊക്കെ ഇട്ട് കുറേ വെള്ളമൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ആ വെള്ളം കൂടി തന്നെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട പണി. അങ്ങനെ കുറേ നാടൻ ചെടികളാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. സന്ധ്യയായിട്ടോ ഇപ്പം. അപ്പോൾ സന്ധ്യയ്ക്ക് നല്ലൊരു ഭംഗി ഇവിടെ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കാനും കാണാനും ഒക്കെ. അപ്പോൾ കുറേ നാടൻ ചെടികളാണ് ഇവിടെ അധികവും ഇവിടെ നട്ടേക്കുന്നത്. പക്ഷേ എല്ലാം നല്ല പൂത്ത് നിൽക്കുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. എന്തൊരു ഭംഗിയാണ് അതിനെ പൂത്ത് നിൽക്കുന്നത്. പക്ഷെ ഇത് വൈകിട്ടുണ്ട്. ഇതിന് എന്താണെന്നറിയില്ല. ഞാൻ എൻ്റെ തയ്യ കൊണ്ടോട്ടെ. ചേച്ചി വേണോ തയ്യേ? ചൂട്ടിലുണ്ടോ? വേറെ ദിവസം പറിക്കാടി എല്ലാം കൂടി. പറിച്ചാലും ഞാനിപ്പോൾ കൊണ്ടുപോകില്ല, അല്ല നടൂല. നാളെ എനിക്കൊന്നിനും സമയമില്ല. ഈ ജമന്തി ഇല്ലേ, ആ വിരിയാ നിക്കുന്നത് ഫുൾ വേറെ വേറെയാ. ആണോ? അത് വല്ല മുട്ടായിട്ടുണ്ട്. വെള്ള, അതിനകത്ത് വെള്ള വിരിഞ്ഞു. ഇതുണ്ട് ഈ വെള്ള. ഞാൻ കുറച്ച് വെള്ളയും ഇതൊക്കെ മേടിച്ചിട്ടു. പക്ഷെ എന്റെ ഞാൻ നട്ടിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോവാടി. അത് ചട്ടി നട്ടുകൊണ്ടായിരിക്കും. ഇതിനകത്ത് ഈ വെള്ള വിരിഞ്ഞു. ഇനി ഇതിന്റെ ഒക്കെ കുറെ എല്ലാ കളറും ചെയ്ത് നിൽക്കുന്നത്. എല്ലാത്തിനും മൊട്ടുണ്ട് ആണല്ലേ, ഡിഫറെന്റ് കളർ. എന്തൊരു സരികയില് വിരിയുമ്പോ റോസ് ഇതുണ്ടോ? റോസാ, ബട്ടൺ റോസ് അല്ല മഞ്ഞയും റോസും എല്ലാം കൂടി ഇല്ലേ? അങ്ങനത്തെ ഒരു കളർ. അത് വള്ളി റോസ് ഞാൻ തോന്നുള്ളൂ. ഇത് എന്തല്ല അതിന്റെ എന്ത് രസാലോ, അത് നിറച്ച് നിൽക്കുന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ കയറിയിട്ട് ഇത്രയും പാക്ക് ചെയ്ത് തീർക്കണ്ടേ. ഇന്നത്തെ കുറേ ഓർഡറെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പിന്നെ 3:30 മുതൽ ഉറങ്ങാതെ ഇരുന്നിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ 6:30 ആയി. ഉറങ്ങി തൂങ്ങി തിരുങ്ങുന്നുണ്ട്. എന്നാലും ഒക്കെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാണ്. ഇനി നമുക്കിത് കുറേ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം 3:30 ആയപ്പോൾ എണീറ്റപ്പോൾ എനിക്ക് കുറച്ചൊരു അരമണിക്കൂർ നേരം എൻ്റെ നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈയൽ എന്ന് പറഞ്ഞ സംഭവത്തിനറിയോ, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉറുമ്പിന് ചറ വെക്കുന്നതാണ് തോന്നുന്നത്. നിറച്ച് ഈയൽ. അപ്പോൾ വെട്ട എവിടെ ഇട്ടാലും വീടിനുള്ളിലേക്കൊക്കെ ഈയൽ പറന്നു വരിക. വരാന്തയും മുറ്റവും ആ മുമ്പിലെ റോഡിലൊക്കെ നിറച്ച് ഈയൽ, ആയിരക്കണക്കിന് ഈയലുകൾ ഇങ്ങനെ എഴുന്ന് അങ്ങനെ. എന്നിട്ട് പറന്ന് ചിറകടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ചത്തു വീഴും അങ്ങനെ. അപ്പൊ റൂമിലും ഒക്കെ കുറേ ആയിട്ടുണ്ട് വെട്ടം കണ്ടിട്ട് കയറി വന്നിട്ട്. പിന്നെ ഞാൻ വെട്ടമൊക്കെ ഓഫാക്കി കുറച്ച് നേരമൊക്കെ മാറി ഇതിങ്ങളുടെ ഒരു ശല്യമൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും പാക്കിങ് തുടങ്ങിയത്. എന്തായാലും നമ്മൾ പാക്കിങ് പുരോഗമിക്കുകയാണ്. അപ്പൊ ഞാൻ മഞ്ഞളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ 500 ഗ്രാമിൻ്റെ ഒറിജിനൽ വയനാടൻ മഞ്ഞൾ പൊടിച്ച് പാക്കാക്കി വെച്ചിരിക്കുന്നത്. കുറേയൊക്കെ ഞാൻ ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം നമുക്കിനി ലേബൽ ഒട്ടിക്കണം. അങ്ങനെ ഒരു 50 പാക്കോളം ഇനി ബാക്കി ബാലൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ 500 ഗ്രാം 1/2 കിലോ വെച്ചിട്ടാണിത്. അപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ പറയൂ, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടൂ. ഞാൻ എൻ്റെ ഡീറ്റെയിൽ എല്ലാം തരാം. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യൂ, ഞാൻ എത്രയും പെട്ടെന്ന് അയച്ചു തരാം കേട്ടോ. അത്രയും നല്ല ഒറിജിനൽ സാധനമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ പോയ അനിയത്തി കൊച്ച്, അവളാണ് എനിക്കിത് കഴുകി ഉണങ്ങി നല്ല. അവർക്ക് ഇങ്ങനത്തെ മലഞ്ചരക്ക് കടയൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് മലഞ്ചരക്ക് കടയൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഇത് നല്ല കർഷകർ തന്നെ കൊണ്ട് കൊടുക്കുന്ന ഒറിജിനൽ സാധനം കിട്ടും. ഷിജു എന്നാണ് നമ്മുടെ അനിയത്തി കൊച്ച് ബിജി മോളുടെ ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ അവർക്ക് ഷോപ്പുണ്ട്. അപ്പം അവരുടെ ഷോപ്പിൽ പിന്നെ അവനോട് ഞാൻ പറഞ്ഞുകൊണ്ട് സ്പെഷ്യലായിട്ട് അവൻ ഏറ്റവും നല്ല മഞ്ഞൾ തന്നെ നോക്കിയെടുത്തിട്ട് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് അവളുടെ അടുത്ത് കൊടുത്ത് അവളിങ്ങനെ കഴുകി ഉണങ്ങി ഇതുപോലെ അവരുടെ തന്നെ മില്ലിൽ പൊടിച്ച്
പാക്കാക്കി എനിക്ക് തരുന്നത്. അങ്ങനെയാണ് നമ്മളിത്. ഇത് നമ്മുടെ വെണ്ട വിത്ത് കുറച്ചും കൂടി ബാക്കിയിട്ട് കേട്ടോ. അതിൽ കുറച്ച് നല്ല എരിവുള്ള പത്തലുമുളകാണ്, അത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയത്, ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ കുറച്ച് വെണ്ട വിത്തും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. മാനക്കൊമ്പൻ വെണ്ട എന്ന് പറയുന്നത് അതാണ് സംഭവം. ഇതാണ് നമ്മളുടെ മഞ്ഞൾ. അപ്പം നമ്മുടെ ദിവസങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇടിവെട്ടും മഴയായിട്ടും പിന്നെ ബാക്കി കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ തിരക്ക് പിടിച്ച ജോലികളായിട്ടും നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒരു 15 ദിവസമൊക്കെ ഞാൻ മഴയാവും കേട്ടോ, ജൂൺ ആവാൻ പോകുമല്ലേ. അപ്പം അങ്ങനെ മഴക്കാലത്തിന് മുമ്പ് ഭയങ്കരമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഒരുക്കും. വിറകൊക്കെ എടുത്ത് വെച്ച്, ഞാനിപ്പോൾ വിറകൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചു കേട്ടോ. നമുക്ക് പുറകിൽ വിറകടുപ്പും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുക്കങ്ങളുടെ ഒരു തിരക്കിൻ്റെ സമയമാണ് ഈ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സമയത്ത്. നമുക്കെല്ലാം എടുത്ത് വെക്കണം. ഇപ്പോൾ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണങ്ങി എടുത്ത് വെക്കണം. അങ്ങനെ എല്ലാ സംഗതികളും ഉണങ്ങിയെടുത്ത് സംഭരിക്കുന്ന ഒരു സമയവും വിറകൊക്കെ എടുത്ത് വെക്കുന്ന സമയം. അങ്ങനെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഈ 1-2 പ്രോഡക്റ്റുകൾ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നമുക്ക് തിരക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം തിരക്കാണ്. ഈ അടുത്തൊന്നും ഇവിടെ പണിക്കാരെ കിട്ടത്തില്ലായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ഇപ്പോൾ കുറച്ച് 2-3 പണിക്കാരെ എനിക്കിപ്പോൾ റെഗുലറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം ചെയ്ത് തീർക്കുവാണ്. ജൂൺ ആകുമ്പോഴത്തേക്ക് നമുക്കെല്ലാം സ്വസ്ഥമാകണം. നിങ്ങൾക്കുള്ള പ്രോഡക്റ്റുകളെല്ലാം എനിക്ക് റെഡിയാക്കി വെക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശരി, കുറേ വിശേഷങ്ങൾ വേറെ എന്തൊക്കെയോ പറയാനുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കും നാളെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നത്. പക്ഷേ പിന്നെ ഭയങ്കര തിരക്കിലേക്ക് പോയിട്ട് എനിക്കിത് പറ്റാതെയാവുന്നു. അതൊക്കെയാണ്. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ചാനലിൽ പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും മഞ്ഞൾ അങ്ങനെ പുറമേ നിന്ന് മേടിക്കുന്നവരാണെങ്കിൽ ബെറ്റർ നിങ്ങൾ ഇങ്ങനെ മേടിക്കും. ഇത് കണ്ടോ, ഇവിടുത്തെ സ്ക്രൂ കഴിഞ്ഞ് പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നന്നായിട്ട് വെള്ളം വീഴുമായിരുന്നു മഴ പെയ്തപ്പോൾ. ഇനി അതും ആരെങ്കിലും വിളിച്ചിട്ട് ശരിയാക്കണം. അപ്പോൾ ഇത്രയും ജെനുവിനായിട്ടുള്ളൊരു മഞ്ഞൾ കുറുക്കുമിനൊക്കെ അടങ്ങിയ നല്ലൊരു മഞ്ഞൾ കിട്ടുമ്പോൾ നിങ്ങൾ മേടിക്കാതിരിക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വിടും, ഞാൻ എൻ്റെ ഡീറ്റെയിലൊക്കെ തരാം. മേടിച്ച് വെക്കൂ. ഒരു 1/2 കിലോ ഒക്കെ മേടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 3-4 മാസത്തേനുണ്ടാവും. അപ്പം അതൊക്കെ എല്ലാം എടുത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി നല്ല ജൂണിലെ മഴക്കാലത്തെ വരവേക്കാം അല്ലേ. അപ്പോൾ ശരി, ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കുറേ കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വാട്സപ്പിലേക്ക് എഴുതിയിടും കേട്ടോ. ബൈ ബൈ. ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വസ്തുവിനങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെല്ലാവരോടും പറയുന്നുണ്ട്, കൂട്ടുകാരോടും ഫ്രണ്ട്സിനോടൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് കുറേ കൂടി ഓർഡർ കൂടുതൽ കിട്ടുന്നത്, എല്ലാവരിലേക്കും നമ്മുടെ പ്രോഡക്റ്റ് എത്തുന്നത്. അത് നല്ല കാര്യം. നല്ലൊരു പ്രോഡക്റ്റ് ആകുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയും. അത് ശരി, ടാറ്റാ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കേട്ടോ.